എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ഷഹ്റസാദ് വീണ്ടും കഥ തുടർന്നു. നൂറുദ്ദീൻ്റെയും ഷംസുദ്ദീൻ്റെയും കഥയുടെ ബാക്കി ഭാഗം ജാഫർ ഖലീഫയെ പറഞ്ഞു കേൾപ്പിച്ചു. ഭൂതം വീണ്ടും തന്നെ ഉപദ്രവിക്കാൻ വന്നുവെന്നാണ് കൂനൻ കരുതിയത്. അയാൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഭൂതത്താനെ, എന്നോട് ക്ഷമിക്കണേ, എന്നെ ഉപദ്രവിക്കല്ലേ. രാത്രി മുഴുവൻ ഞാൻ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇത് കേട്ട് മന്ത്രി പറഞ്ഞു, എഴുന്നേൽക്ക്, വേഗം സ്ഥലം വിട്. ഇല്ലില്ല, ഭൂതം പറയാതെ ഞാനിവിടെ നിന്ന് മാറൂല്ല. നേരം പുലരുന്നത് വരെ പുറത്തിറങ്ങരുതെന്ന് ഭൂതം പറഞ്ഞിട്ടുണ്ട്. നേരം പുലർന്നോ എന്നറിയട്ടെ. മന്ത്രിക്കൊന്നും മനസ്സിലായില്ല. ഏത് ഭൂതത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? പല രൂപത്തിൽ ഭൂതം വന്നതും തന്നെ തലകീഴായി കെട്ടിത്തൂക്കിയതും അവൻ വിസ്തരിച്ചു പറഞ്ഞു. ഷംസുദ്ദീൻ അവനെ കെട്ടഴിച്ചു വിട്ടു. താനും തൻ്റെ മോളും നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് കൂനൻ നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്ന് സുൽത്താൻ്റെ കാൽക്കൽ വീണു. കാര്യങ്ങളുടെ സത്യസ്ഥിതി എന്താണെന്ന് ഷംസുദ്ദീൻ മകളോട് അന്വേഷിച്ചു. മകൾ പറഞ്ഞു, അത് വിശേഷിച്ചൊന്നുമില്ല. അവർ എന്നെ പ്രദർശിപ്പിച്ച ശേഷം ആ വരൻ രാത്രി എന്നോടൊപ്പം ശയിച്ചു. എൻ്റെ കന്യകാത്വം അപഹരിച്ചു. ഞാനിപ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാ നോക്കൂ, അദ്ദേഹത്തിൻ്റെ തലപ്പാവ് അവിടെ ഇരിക്കുന്നു. കാലുറ കട്ടിലുണ്ട്. കിടക്കയ്ക്കടിയിൽ പൊതിഞ്ഞു വെച്ച മറ്റെന്തോ സാധനവും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ ഷംസുദ്ദീൻ ഉള്ളിൽ വന്ന് ആ തലപ്പാവ് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഈ തലപ്പാവ് മന്ത്രിമാർ ധരിക്കുന്ന തരത്തിലുള്ളതാണല്ലോ. അദ്ദേഹം അത് നിവർത്തി നോക്കി. അതിലെന്തോ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നതായി കണ്ടു. മെഴുകുതുണിയിൽ പൊതിഞ്ഞ ഒരു കത്തായിരുന്നു അത്. കാലുറയ്ക്കടിയിലിരുന്ന പണസഞ്ചിയിൽ 1000 ദിനാർ ഉണ്ടായിരുന്നു. ബസ്രയിലെ വ്യാപാരിയായ ഞാൻ ബസ്രയിലെ മന്ത്രി ഹസൻ ബദ്രുദ്ദീന് ഒരു കപ്പൽ ചരക്കിൻ്റെ വിലയായി 1000 ദിനാർ കൊടുത്തു എന്ന കുറിപ്പും കണ്ടു. അത് വായിച്ച ഷംസുദ്ദീൻ അറിയാതെ നിലവിളിച്ചു പോയി. സ്വയം നിയന്ത്രിച്ച് വിറയ്ക്കുന്ന വിരലുകളോടെ തലപ്പാവിൽ സൂക്ഷിച്ചിരുന്ന കത്ത് തുറന്നു. സഹോദരൻ്റെ കൈയക്ഷരം തിരിച്ചറിഞ്ഞ ഷംസുദ്ദീൻ നെഞ്ചത്തടിച്ചു കരഞ്ഞു. വല്ലാത്ത വിസ്മയത്തോടെ അദ്ദേഹം പറഞ്ഞു, സർവശക്തനായ ഒരു ഈശ്വരനേയുള്ളൂ. അവൻ്റെ പരമാധികാരം എല്ലാ വസ്തുക്കളിലുമുണ്ട്. നിനക്കറിയാമോ എൻ്റെ മോളെ, നിന്റെ ഭർത്താവായി വന്ന് നിന്റെ കന്യകാത്വം അപഹരിച്ചത് ആരാണെന്നറിയാമോ? ഇല്ല, അവൾ മറുപടി നൽകി. സത്യമായും അതെൻ്റെ സഹോദരൻ്റെ മകനാണ്. ഈ 1000 ദിനാർ നിന്റെ മെഹറും. അള്ളാഹ്ക്ക് സ്തുതി. എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? പിന്നീട് നൂറുദ്ദീൻ എഴുതിയ ആ കത്തെടുത്ത് അദ്ദേഹം വായിച്ചു. ബസ്ര മന്ത്രിയുടെ പുത്രിയെ അനിയൻ വിവാഹം കഴിച്ച തീയതിയും അവൾ ഗർഭം ധരിച്ചതും ബദ്രുദ്ദീനെ പ്രസവിച്ചതും അനിയൻ്റെ മരണം വരെയുള്ള ചരിത്രം മുഴുവനും അതിലുണ്ട്. അദ്ദേഹം അത് വായിച്ച് അത്ഭുതസ്തബ്ധനായി നിന്നുപോയി. അദ്ദേഹം സ്വന്തം വിവാഹദിനവും മണിയറ പ്രവേശനവും മകളുടെ ജനനത്തീയതിയുമെല്ലാം അനിയൻ്റേതുമായി തുലനം ചെയ്തു നോക്കി. എല്ലാം എത്ര പൊരുത്തപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ രേഖകളെടുത്ത് സുൽത്താൻ്റെ അരികിലെത്തി എല്ലാം വിശദീകരിച്ചു. തുടക്കം മുതൽ അവസാനം വരെ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ സഹോദരപുത്രനെയും പ്രതീക്ഷിച്ച് മന്ത്രി ഇരുന്നു. എന്നാൽ അയാൾ വന്നില്ല. ഓരോ ദിവസവും അദ്ദേഹം കാത്തിരിപ്പ് തുടർന്നു. 7 ദിവസം കഴിഞ്ഞിട്ടും അയാൾ വന്നെത്തിയില്ല. തൻ്റെ മരുമകൻ അപ്രത്യക്ഷനായെന്നറിഞ്ഞ ഷംസുദ്ദീൻ വിചാരിച്ചു, കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞിരിക്കുന്നു. ഹസൻ എപ്പോൾ വന്നു ചേരുമെന്ന് അറിഞ്ഞുകൂടാ. അയാൾ വരുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കണം. വിവാഹരാത്രിയിലെ സംഭവങ്ങൾ ചോദിച്ചറിയണം. മണിയറയിലുള്ള എല്ലാ വസ്തുക്കളുടെയും പട്ടിക തയ്യാറാക്കി വയ്ക്കുന്നത് പ്രയോജനകരമായിരിക്കും. ഒരു കടലാസെടുത്ത് ഓരോന്നിൻ്റെയും വിവരണം തയ്യാറാക്കി. ഇന്ന വസ്തു ഇന്ന സ്ഥാനത്താണ് ഇരുന്നത്, കർട്ടൻ്റെ നിറം ഇന്നതായിരുന്നു എന്നെല്ലാം എഴുതി മകളെ വായിച്ചു കേൾപ്പിച്ചിട്ട് പെട്ടിയിൽ പൂട്ടിവെച്ചു.
ഹസ്സന്റെ തലപ്പാവും കുപ്പായവും കാലുറയും പണസഞ്ചിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. മന്ത്രിയുടെ മകളാകട്ടെ മാസം തികഞ്ഞപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലൊരു പുത്രനെ പ്രസവിച്ചു. അച്ഛനെപ്പോലെ സൗന്ദര്യത്തിലും അങ്കലാവണ്യത്തിലും അവൻ തിളങ്ങി. അവർ അവന് അജീബ് എന്ന് നാമകരണം ചെയ്തു. അതിവേഗം അവൻ കരുത്തനായി വളർന്നു വന്നു. അവന് 7 വയസ്സായപ്പോൾ മുത്തച്ഛൻ അവനെ സ്കൂളിലേക്ക് അയച്ചു. എന്നാൽ സ്കൂളിൽ അവനൊരു വഴക്കാളിയായിരുന്നു. സഹപാഠികളെ പീഡിപ്പിക്കുകയും ശകാരിക്കുകയും അടിപിടി കൂടുകയും ചെയ്തു പോന്നു. അവൻ അഹങ്കാരത്തോടെ മറ്റു വിദ്യാർത്ഥികളോട് വിളിച്ചു പറയും, എന്നെപ്പോലുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടോ? ഞാൻ ഈജിപ്തിലെ മന്ത്രിയുടെ മകനാണ്. ഒടുവിൽ എല്ലാ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് ഗുരുനാഥൻ്റെ അടുക്കൽ പരാതി സമർപ്പിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അവനോട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് ചെയ്താൽ അവൻ സ്കൂളിൽ നിന്ന് തന്നെ പോയേക്കും. അതിതാണ്, നാളെ അവൻ സ്കൂളിലെത്തുമ്പോൾ നിങ്ങൾ അവനു ചുറ്റുമിരുന്ന് ചിലർ മറ്റു ചിലരോട് ഇങ്ങനെ പറയുക, അച്ഛനമ്മമാരുടെ പേര് പറയാത്തവരോടൊപ്പം ഞങ്ങൾ കളിക്കില്ല. കാരണം അച്ഛനമ്മമാരുടെ പേര് പറയാത്തവൻ ജാരസന്തതിയാണ്. അവൻ ഞങ്ങളോടൊപ്പം കളിക്കരുത്. നേരം പുലർന്നപ്പോൾ കുട്ടികൾ സ്കൂളിലെത്തി. അജീബും എത്തി. എല്ലാവരും അവനു ചുറ്റും നിന്ന് പറഞ്ഞു, നമ്മൾക്കൊരു കളി കളിക്കാം. എന്നാൽ അച്ഛനമ്മമാരുടെ പേരുകൾ പറയുന്നവർക്കേ അതിൽ ചേരാൻ പാടുള്ളൂ. അവരെല്ലാവരും ആർത്തു വിളിച്ചു. ഒരാൾ പറഞ്ഞു, എൻ്റെ പേര് മജീദ്, അമ്മയുടെ പേര് അലാവിയ, അച്ഛൻ്റെ പേര് ഇസ്സദ്ദീൻ. രണ്ടാമനും മൂന്നാമനും അതുപോലെ പറഞ്ഞു. പിന്നെ അജീബിൻ്റെ ഊഴം വന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര് അജീബ്, അമ്മയുടേത് സിറ്റ് അൽ ഹുസൂൻ, അച്ഛൻ്റെ പേര് ഷംസുദ്ദീൻ, കെയ്റോ മന്ത്രി. മറ്റുള്ളവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മന്ത്രി നിന്റെ യഥാർത്ഥ അച്ഛനല്ല, മുത്തച്ഛനാണ്. അജീബ് മറുപടി നൽകി, ശരിക്കും മന്ത്രി എൻ്റെ അച്ഛനാണ്. കുട്ടികൾ അവനെ പരിഹസിച്ച് കൈകൊട്ടി പറഞ്ഞു, സ്വന്തം അച്ഛൻ ആരാണെന്ന് അവനറിയില്ല. കടന്നുപോ, അച്ഛൻ്റെ പേരറിയാത്തവൻ ഞങ്ങളോടൊപ്പം കളിക്കണ്ട. അപമാനിതനായ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയം തകർന്നു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, മന്ത്രി നിന്റെ അച്ഛനല്ല, മുത്തച്ഛനാണ്, നിന്റെ അമ്മയുടെ അച്ഛൻ. നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കും ഞങ്ങൾക്കും അറിയില്ല. കാരണം സുൽത്താൻ നിന്റെ അമ്മയെ കൂനൻ കുതിരക്കാരനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നാൽ ജിന്നി വന്ന് അവളോടൊപ്പം അന്ന് ശയിച്ചു. അങ്ങനെ നിനക്ക് അറിയപ്പെടുന്ന ഒരു അച്ഛനില്ല. അതുകൊണ്ട് നിനക്ക് നിയമാനുസൃതമായ ഒരു അച്ഛൻ ഉണ്ടെന്നറിയുന്നത് വരെ മറ്റുള്ള കുട്ടികളോട് തുല്യനായി നീ സ്വയം കരുതണ്ട. അതുവരെ അവർക്കിടയിൽ നീ ഒരു ജാരസന്തതിയാണ്. സാമാനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്നവൻ്റെ മകന് പോലും സ്വന്തം അച്ഛനെ അറിയാം. നിന്റെ മുത്തച്ഛൻ ഈജിപ്തിൻ്റെ മന്ത്രിയാണ്. എന്നാൽ നിനക്ക് അച്ഛനില്ല. അതുകൊണ്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ. ഇതുകേട്ട് കരഞ്ഞുകൊണ്ട് അജീബ് അമ്മയുടെ അടുത്തേക്ക് ഓടി. മകൻ്റെ പാരവശ്യം കണ്ട അമ്മ പരിഭ്രമിച്ചു. മകനെ മാറോടണച്ച് ചുംബിച്ചിട്ട് വ്യസനത്തിന് കാരണമെന്തെന്ന് അന്വേഷിച്ചു. അമ്മേ, എൻ്റെ അച്ഛനാരാണ്? അജീബ് ചോദിച്ചു. ചോദ്യം കേട്ട് അമ്പരന്ന അമ്മ പറഞ്ഞു, നീ മന്ത്രിയുടെ മോനല്ലേ? എന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണം? അല്ല, മന്ത്രി എൻ്റെ മുത്തച്ഛനാണ്, എൻ്റെ അച്ഛനല്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കടാര കൊണ്ട് തന്നെത്താൻ കുത്തിച്ചാവും. കൂട്ടുകാർ കളിയാക്കിയെന്ന് അജീബ് അമ്മയോട് പറഞ്ഞു. കേവലം ഒരു ദിവസം മാത്രം തന്നോടൊത്തുകഴിഞ്ഞ ഹസ്സനെ ഓർത്ത് അമ്മ വിതുമ്പി. അമ്മയുടെ ദുഃഖം കണ്ട മകനും കരച്ചിൽ വന്നു. മകളും പേരക്കുട്ടിയും കരയുന്നത് കേട്ട് ഓടിവന്ന ഷംസുദ്ദീൻ്റെ മനസ്സിൽ സഹോദരൻ്റെ സ്മരണകൾ തികട്ടി വന്നു. അദ്ദേഹത്തിനും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ മന്ത്രി സുൽത്താനെ സമീപിച്ചു. ഉടനെ മരുമകനെ അന്വേഷിച്ച് ബസ്രയിലേക്ക് പോകാൻ സുൽത്താൻ ഷംസുദ്ദീന് അനുമതി നൽകി. സുൽത്താൻ്റെ മഹാമനസ്കതയ്ക്കും ദയാവായ്പിനും പലതവണ നന്ദി പറഞ്ഞ് മന്ത്രി വിട വാങ്ങി. ഒട്ടും വൈകാതെ മകളും പേരക്കുട്ടിയുമൊത്ത് യാത്ര തിരിച്ചു. അവർ ദമാസ്കസിലെത്തി. നീണ്ട യാത്ര കഴിഞ്ഞ് ദമാസ്കസ് നഗരപ്രാന്തത്തിലെ ഹസാബ എന്ന സമതലത്തിൽ കൂടാരമടിച്ചു. 2 ദിവസം വിശ്രമിച്ചു. അതിനിടെ മന്ത്രിയുടെ സംഘത്തിലുള്ളവർ പ്രസിദ്ധമായ സ്നാനഘട്ടങ്ങളിൽ കുളിക്കുകയും സ്ഥലത്തെ പുരാതനമായ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സമയം അജീബ് പട്ടണത്തിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. സുന്ദരനായ തൻ്റെ യജമാനെ ആരും സമീപിക്കരുതെന്ന മുൻകരുതലോടെ ഷണ്ടൻ സെയ്ദ്
ഒരു വലിയ ചാട്ടയുമായി ഏതാനും അടി പിന്നിൽ നടന്നു. ദമാസ്കസ് നഗരവാസികളുടെ വികൃതികളെക്കുറിച്ച് അയാൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആ മുൻകരുതൽ വെറുതെയായില്ല. അജീബിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വീട്ടിലും പീടികയിലും ഇരുന്നവർ തെരുവിലിറങ്ങി. ചിലർ പിന്നാലെ നീങ്ങി, മറ്റു ചിലർ ഓടി മുന്നിൽ ചെന്നു നിന്നു. കൺകുളിർക്കെ കണ്ടു. ഇപ്രകാരം വലിയൊരു ജനസഞ്ചയത്തെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ അജീബും സംഘവും ഒരു പലഹാരക്കടയുടെ സമീപമെത്തി. വിധിയുടെ വിളയാട്ടമെന്നല്ലാതെ എന്തു പറയാൻ. അജീബിൻ്റെ അച്ഛൻ ഹസൻ്റെ വകയായിരുന്നു ആ കട. ഉടമസ്ഥൻ മരിച്ചപ്പോൾ വളർത്തുപുത്രനായ ഹസൻ അതിൻ്റെ ഉടമയായതാണ്. മാതളത്തിൻ്റെ സത്തും പഞ്ചസാരയും ചേർത്ത വിശിഷ്ടമായൊരു പലഹാരം ഹസൻ അന്നുണ്ടാക്കിയിരുന്നു. കടയ്ക്ക് മുന്നിൽ നിന്ന അപരിചിതനെ ഹസൻ കണ്ടു. അജീബിൻ്റെ അസാധാരണ സൗന്ദര്യം ഹസനെ ആകർഷിച്ചു. ആ ബാലനോട് എന്തെന്നില്ലാത്ത വാത്സല്യവും തോന്നി. ഹസൻ പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കടയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുണ്ടാക്കിയ പലഹാരം അല്പം രുചിച്ചു നോക്കൂ. പിതാവിൻ്റെ വാക്കുകൾ അജീബിന് ഹൃദ്യമായി തോന്നി. അവനും അയാളോട് എന്തോ ആകർഷണം തോന്നിയിരുന്നു. അജീബ് അടിമയോട് പറഞ്ഞു, കടയുടമസ്ഥൻ പാവമാണെന്ന് തോന്നുന്നു. അയാളുടെ മകൻ ഒരുപക്ഷെ അന്യനാട്ടിലായിരിക്കും. നമുക്ക് അയാളുടെ ക്ഷണം സ്വീകരിക്കാം. അങ്ങനെയെങ്കിലും അയാൾക്ക് ആശ്വാസം ലഭിക്കുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പക്ഷേ സയ്യിദ് അതിനോട് യോജിച്ചില്ല. വേണ്ട യജമാനെ, വേണ്ട. അള്ളാഹുവാണേ അത് ശരിയല്ല. ഒരു മന്ത്രിയുടെ മകൻ പലഹാരക്കടയിൽ ചെന്ന് പരസ്യമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. സയ്യിദിൻ്റെ മറുപടി കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഹസൻ അപേക്ഷിച്ചു, എന്നോട് അല്പം ദയ കാണിച്ചുകൂടെ? നിങ്ങൾ പുറമേ കറമ്പനാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെന്ന് എനിക്കറിയാം. സയ്യിദിൻ്റെ മനസ്സലിഞ്ഞു. രണ്ടുപേരും പലഹാരക്കടയുടെ അകത്ത് ചെന്നു. ഹസൻ സന്തോഷത്തോടെ അതിഥികളെ സ്വീകരിച്ചിരുത്തി. ഏറ്റവും മനോഹരമായ ചീനപ്പിഞ്ഞാണങ്ങളിൽ അന്നുണ്ടാക്കിയ പലഹാരം വിളമ്പി. അവർ രുചിയോടെ ആസ്വദിച്ചത് കണ്ട് അയാൾ ആഹ്ലാദിച്ചു. നിങ്ങളും ഞങ്ങളോടൊപ്പം ഇരിക്കൂ, അജീബ് ഹസനോട് പറഞ്ഞു. ഈ പാത്രത്തിൽ നിന്ന് നിങ്ങളും ഭക്ഷിക്കണം. ഞങ്ങളുടെ അന്വേഷണം സഫലമാകാൻ നിങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഹസൻ ചോദിച്ചു. ഈ ചെറുപ്പത്തിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സ്വന്തം പിതാവ് എനിക്ക് നഷ്ടമായിരിക്കുകയാണ്. മുത്തച്ഛനും ഞാനും അച്ഛനെ അന്വേഷിച്ച് ലോകം ചുറ്റുന്നു എന്ന് പറഞ്ഞ് അജീബ് കരഞ്ഞു. ഹസനും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും ഭാവം കണ്ട് അടിമ സഹതാപത്തോടെ തലയാട്ടി. പിതാവിൻ്റെ ഓർമ്മ ഉളവാക്കിയ ദുഃഖത്തെയും വെല്ലുന്നതായിരുന്നു പലഹാരത്തിൻ്റെ രുചി. പാത്രത്തിൽ ഒട്ടും അവശേഷിക്കാതെ അജീബ് അത് തിന്നു തീർത്തു. ഭക്ഷണം കഴിഞ്ഞ് അജീബും അടിമയും പോയപ്പോൾ തൻ്റെ ആത്മാവിലൊരു ഭാഗം നഷ്ടപ്പെട്ടതായി ഹസന് തോന്നി. വേഗം പീടിക അടച്ചിട്ട് ഹസൻ അജീബിനെ പിന്തുടർന്നു. അടിമ സയ്യിദ് അത് കണ്ടു. എന്തിനാണ് തങ്ങളുടെ പിന്നാലെ വരുന്നതെന്ന് ചോദിച്ചു. നഗരത്തിന് പുറത്ത് ഒരു അത്യാവശ്യകാര്യം പ്രമാണിച്ച് പോവുകയാണെന്നായിരുന്നു ഹസൻ്റെ മറുപടി. അവർ പെട്ടെന്ന് കടയിൽ നിന്ന് പോന്നതിൽ സങ്കടമുണ്ടെന്ന് കൂടി അയാൾ പറഞ്ഞു. അത് കേട്ട് നീഗ്രോ ചോദിച്ചു, ഹോ, ഇയാളുടെ പലഹാരം തിന്നതിൻ്റെ ശിക്ഷയാണിത്. സാരമില്ല, അജീബ് പറഞ്ഞു. ഇത് പൊതുവഴിയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേ പോകാം. നമ്മുടെ കൂടാരത്തിനടുത്ത് വരെ വരുന്നെങ്കിൽ മാത്രം ഇയാൾക്ക് ദുരുദ്ദേശമുണ്ടെന്ന് അനുമാനിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇയാളെ ആട്ടിയോടിക്കാം. മന്ത്രിയും കൂട്ടരും താവളമടിച്ചിരുന്ന ഹസാബ മൈതാനം വരെ ഹസൻ അവരുടെ പിന്നാലെ ചെന്നു. കൂടാരത്തിനടുത്ത് ചെന്ന് തിരിഞ്ഞു നോക്കിയ അജീബ് ഹസനെ കണ്ടു. ദേഷ്യപ്പെട്ട് ഒരു കല്ലെടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. നെറ്റി പൊട്ടി ചോരയൊലിച്ച് ഹസൻ ബോധരഹിതനായി നിലത്ത് വീണു. അജീബും അടിമയും കൂടാരത്തിനുള്ളിലേക്ക് ഓടിപ്പോയി. ഭാഗ്യവശാൽ ഹസന് പെട്ടെന്ന് ബോധം വീണു. അയാൾ തലപ്പാവ് കീറി മുറിവ് കെട്ടി. താനാണ് തെറ്റു ചെയ്തതെന്ന് അയാൾക്ക് തോന്നി. ബാലൻ്റെ പിന്നാലെ പതുങ്ങി നടക്കരുതായിരുന്നു. അതിനുള്ള ശിക്ഷ കിട്ടി. അയാൾ മടങ്ങിച്ചെന്ന് പീടിക തുറന്നു. ഷംസുദ്ദീൻ ഇതൊന്നും അറിയാതെ 3-ാം ദിവസം യാത്ര തുടർന്നു. ആലപ്പോ, ബേക്കർ, മോസൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയിട്ട് ബസ്രയിലെത്തി. ബസ്രയിലെ സുൽത്താൻ ഷംസുദ്ദീനെ സ്വീകരിച്ചു. സന്ദർശനോദ്ദേശം ആരാഞ്ഞു. താൻ നൂറുദ്ദീൻ്റെ സഹോദരനാണെന്നറിയിച്ചപ്പോൾ സുൽത്താൻ പറഞ്ഞു, സ്നേഹിത, നൂറുദ്ദീൻ എൻ്റെ പ്രിയപ്പെട്ട മിത്രവും മന്ത്രിയുമായിരുന്നു.
അള്ളാഹു ആ പുണ്യാത്മാവിന് ശാന്തി നൽകട്ടെ. 15 വർഷം മുമ്പ് നൂറുദ്ദീൻ മരിക്കുമ്പോൾ ഹസൻ ബദ്രുദ്ദീൻ എന്നൊരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം ആ കുട്ടി നാട് വിട്ടുപോയി. അവനെക്കുറിച്ച് പിന്നീട് ഒന്നും കേട്ടിട്ടില്ല. അവൻ്റെ അമ്മ, നിങ്ങളുടെ സഹോദരൻ നൂറുദ്ദീൻ്റെ ഭാര്യ, ഇപ്പോഴും ബസ്രയിലുണ്ട്. നൂറുദ്ദീൻ്റെ മുൻഗാമിയായിരുന്ന മന്ത്രിയുടെ മകളാണവർ. ഈ വാർത്ത കേട്ട് ഷംസുദ്ദീൻ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ രാജാവേ, എനിക്ക് അവളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ഉടനെ സുൽത്താൻ അതിന് അനുമതി നൽകി. തൻ്റെ അനിയൻ നൂറുദ്ദീൻ്റെ കെട്ടിടത്തിലേക്ക് അദ്ദേഹം ചെന്നു. ചുറ്റുപാടും ദുഃഖത്തോടെ കണ്ണോടിച്ച് വാതിൽപ്പടിയിൽ ചുംബിച്ചു. ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും സ്വന്തം നാടിനെയും വിട്ട് അപരിചിതമായൊരു നാട്ടിൽ വന്ന് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത അനിയൻ നൂറുദ്ദീൻ അലിയെക്കുറിച്ചോർത്ത് അദ്ദേഹം കണ്ണീരൊഴുക്കി. പിന്നെ ഗേറ്റിലൂടെ കെട്ടിടത്തിനുള്ളിലേക്ക് അയാൾ കടന്നു ചെന്നു. വീടിന് ചുറ്റും നടന്നു നോക്കി. തൻ്റെ അനിയൻ്റെ പേര് നൂറുദ്ദീൻ എന്ന് ചുമരുകളിൽ സുവർണ ലിപികളിൽ എഴുതി വച്ചിട്ടുള്ളത് അദ്ദേഹം കണ്ടു. അപ്പോൾ ആ ശിലാലിഖിതത്തിനടുത്ത് ചെന്ന് അതിൽ ചുംബിച്ചു. അനിയനുമായി വേർപെടാനുണ്ടായ കാരണവും ഇപ്പോൾ അവൻ എന്നേക്കുമായി വേർപെട്ട കാര്യവും ഓർത്ത് അദ്ദേഹം കരഞ്ഞു. അവിടെ നിന്ന് നടന്ന് തൻ്റെ അനിയൻ്റെ വിധവയും ബദ്രുദ്ദീൻ ഹസൻ്റെ അമ്മയുമായവരുടെ മുറിയിലേക്ക് ചെന്നു. അവൾ സ്വന്തം മകൻ വിട്ടുപോയ ശേഷം എന്നും രാപ്പകലില്ലാതെ കരച്ചിലാണ്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ വീട്ടിൽ മാർബിൾ കൊണ്ടൊരു ശവകുടീരം അവനായി അവൾ നിർമ്മിച്ചു. രാവും പകലും അവനെ ഓർത്ത് അവിടെ ഇരുന്ന് വിലപിച്ചു. ഉറങ്ങാറേയില്ല എന്ന് പറയാം. അവളുടെ മുറിക്കരികിൽ അദ്ദേഹം എത്തിയപ്പോൾ ശവകുടീരത്തിൽ നിന്ന് അവളുടെ വിലാപം കേട്ടു. അവൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് നിൽക്കവേ ഷംസുദ്ദീൻ അവളുടെ അരികിൽ ചെന്ന് അഭിവാദ്യമർപ്പിച്ചു. താൻ അവളുടെ ഭർത്താവിൻ്റെ ചേട്ടനാണെന്ന് അറിയിച്ചു. അവർ തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ മകൻ ബദ്രുദ്ദീൻ ഹസൻ ഒരു രാത്രി മുഴുവൻ തൻ്റെ മകളോടൊപ്പം കഴിഞ്ഞതും പിറ്റേന്ന് രാവിലെ അപ്രത്യക്ഷനായതും എല്ലാം അതേപടി അദ്ദേഹം വിവരിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചു, എൻ്റെ മകൾ നിങ്ങളുടെ മകനാൽ ഗർഭം ധരിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവൻ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. അവൻ നിങ്ങളുടെ കുഞ്ഞാണ്. എൻ്റെ മകളിൽ നിങ്ങളുടെ മകനുണ്ടായ പുത്രൻ. അവളുടെ മകൻ ബദ്രുദ്ദീൻ ഹസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. ഷംസുദ്ദീൻ അജീബിനെ അടുത്തു വിളിച്ചു. മകൻ്റെ തൽസ്വരൂപമായ പേരക്കുട്ടിയെ മാറോടണച്ച് അവൾ കുറേ നേരം കരഞ്ഞു. ഇത് കരയാനുള്ള സമയമല്ല. നമുക്കുടനെ ഈജിപ്തിലേക്ക് പോകണം. ഹസനെ കണ്ടെത്താൻ അള്ളാഹു സഹായിക്കും എന്ന് ഷംസുദ്ദീൻ പറഞ്ഞപ്പോൾ അവർ വേഗം യാത്രയ്ക്കു തയ്യാറായി. ഷംസുദ്ദീൻ സുൽത്താനെ കണ്ട് യാത്ര പറഞ്ഞു. സുൽത്താൻ ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് യാത്രാനുമതി നൽകി. മടക്കയാത്രയിൽ അവർ വീണ്ടും ദമാസ്കസിൽ കൂടാരമടിച്ചു. ഒരാഴ്ച നമുക്കിവിടെ തങ്ങാം, മന്ത്രി പറഞ്ഞു. ഈജിപ്തിലെ സുൽത്താൻ കൊടുക്കാനുള്ള സമ്മാനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാം. ഷംസുദ്ദീൻ സമ്മാനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അജീബ് സേവകനോട് പറഞ്ഞു, നമുക്ക് പട്ടണത്തിൽ പോകാം. പലഹാരക്കടയുടെ ഉടമസ്ഥനെ കാണണം. 1-ാം തരം പലഹാരമുണ്ടാക്കി തന്ന ആളെ നമ്മൾ ഉപദ്രവിച്ചു. അതിന് മാപ്പ് ചോദിക്കണം. അജീബും സേവകൻ സയ്യിദും കൂടാരത്തിൽ നിന്നിറങ്ങി നടന്നു. വിശ്വാസികൾ സന്ധ്യാനമസ്കാരത്തിന് പള്ളിയിലേക്ക് കൂട്ടമായി പോകുന്ന സമയമായിരുന്നു. സന്ദർഭവശാൽ അന്നും ഹസൻ മാദ്രസത്തും പഞ്ചസാരയും ചേർത്ത പലഹാരമാണ് ഉണ്ടാക്കിയിരുന്നത്. പീടിക വരാന്തയിൽ വെച്ച് തന്നെ ഹസന്റെ നെറ്റിയിലെ തഴമ്പ് അജീബ് കണ്ടു. ബാലൻ വിളിച്ചു ചോദിച്ചു, പീടിയക്കാരാ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. അജീബിനെ കണ്ടപ്പോൾ ഹസന്റെ ഹൃദയം ത്രസിച്ചു. അകത്തേക്ക് വരണം. അയാൾ ക്ഷണിച്ചു. പലഹാരം തയ്യാറായിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത് തെറ്റായിപ്പോയി. ഞങ്ങൾ അകത്തു വരാം, പക്ഷേ പോകുമ്പോൾ പിറകെ വന്ന് ശല്യപ്പെടുത്തുകയില്ലെന്ന് വാക്കു തരണം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ല, അജീബ് പറഞ്ഞു. ഞാൻ വാക്കു തരുന്നു എന്ന് ഹസൻ പറഞ്ഞപ്പോൾ 2 പേരും അകത്തു ചെന്നു. പാത്രം നിറയെ മധുരപലഹാരം വിളമ്പി. ഇഷ്ടം പോലെ കഴിച്ചോളൂ. കുട്ടിയുടെ ഓരോ ചലനവും ഹസൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. 1 മണിക്കൂറിന് ശേഷം
ഇനി ഒരു തരി പോലും കഴിക്കാനിടമില്ലാത്ത വിധം വയർ നിറഞ്ഞപ്പോൾ അജീബ് എഴുന്നേറ്റു. കുടിക്കാൻ കസ്തൂരി കലർത്തിയ സർബത്തും കൈ കഴുകാൻ പനിനീർ ചേർത്ത വെള്ളവും തുടയ്ക്കാൻ പട്ടുറുമാലും ഹസൻ നൽകി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്തെത്തണം എന്നുള്ളതുകൊണ്ട് അവർ യാത്ര പറഞ്ഞു. കൂടാരത്തിലെത്തിയപ്പോൾ മുത്തശ്ശി പേരക്കിടാവിൻ്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് ചോദിച്ചു, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ദമാസ്കസിലെ കമ്പോളത്തിൽ പോയിരുന്നു, അജീബ് പറഞ്ഞു. നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിച്ച അവർ പലഹാരം വിളമ്പി അജീബിനും സയ്യിദിനും കൊടുത്തു. മാതളസത്തും പഞ്ചസാരയും ചേർത്ത വിശിഷ്ട വിഭവമായിരുന്നു അത്. അമ്മ പറഞ്ഞു കൊടുത്തിരുന്ന അതേ ചേരുവയനുസരിച്ചാണ് ഹസൻ കടയിൽ ആ പലഹാരം ഉണ്ടാക്കിയത്. സാമാന്യത്തിലധികം വയർ നിറഞ്ഞിരുന്ന അജീബിന് അമ്മൂമ്മ നൽകിയ പലഹാരം കുറച്ചുപോലും തിന്നാൻ കഴിഞ്ഞില്ല. മോൻ എന്താ കഴിക്കാത്തത്? മുത്തശ്ശി ചോദിച്ചു. ഇതിന് തീരെ സ്വാദില്ല, അജീബ് കള്ളം പറഞ്ഞു. മുത്തശ്ശിക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായി. ഇന്നോളം എൻ്റെ പലഹാരത്തിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം ഈ ലോകത്തിൽ ഒരുപക്ഷെ നിന്റെ അച്ഛൻ ഹസന് മാത്രമേ അറിയാവൂ. അവനെ ഞാൻ പഠിപ്പിച്ചതാണ്. എന്നിട്ടിപ്പോൾ നീ പറയുന്നു സ്വാദില്ലെന്ന്. മുത്തശ്ശി, സത്യമായിട്ടും ഇതിന് മധുരം പോരാ. മുത്തശ്ശിയേക്കാൾ നന്നായി പലഹാരം ഉണ്ടാക്കുന്ന ഒരാൾ ദമാസ്കസിലെ പലഹാരക്കടയിലുണ്ട്. ഇന്ന് ഞങ്ങൾക്കും അയാൾ കുറച്ച് തന്നു. ഹാ, എന്തു രുചിയായിരുന്നെന്നോ. മുത്തശ്ശിക്ക് സഹിച്ചില്ല. അവർ അടിമയുടെ നേരെ തിരിഞ്ഞു. നീയാണ് എൻ്റെ കുഞ്ഞിനെ വഷളാക്കിയത്. ഇവനെ നീ പലഹാരക്കടയിൽ കൊണ്ടുപോയത് എന്തിന്? നീഗ്രോ ഭയന്നു വിറച്ചു. അവൻ തലയാട്ടി. ഞങ്ങൾ പോയില്ല, അതിനടുത്തുകൂടി നടന്നതേയുള്ളൂ. പക്ഷേ അജീബ് സത്യം പറഞ്ഞു. മുത്തശ്ശി, ഞങ്ങൾ കടയ്ക്കകത്ത് പോയി ഒന്നാന്തരം പലഹാരം വയറുനിറയെ തിന്നുകയും ചെയ്തു. നല്ല തണുത്ത സർബത്തും കിട്ടി. എന്തു മധുരമായിരുന്നെന്നോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഷംസുദ്ദീന് ദേഷ്യം വന്നു. അയാൾ അടിമയോട് തട്ടിക്കയറി. സയ്യിദ്, നീ കള്ളം പറയുന്നു. ഈ പലഹാരം അത്രയും ഇപ്പോൾ തിന്നു തീർത്താൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഒരു കവിൾ പോലും തിന്നാൻ അവന് കഴിഞ്ഞില്ല. ദഹനക്കേടാണെന്നും വിശപ്പില്ലെന്നും ഒക്കെ പറഞ്ഞു നോക്കി. ഇതോടെ അവൻ കടയിൽ നിന്ന് വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് ഷംസുദ്ദീൻ ഉറപ്പായി. അവന് തക്കതായി ശിക്ഷ കൊടുക്കുവാൻ അദ്ദേഹം അടിമകൾക്ക് ഉത്തരവ് നൽകി. അവർ സയ്യിദിനെ പൊതിരെ തല്ലി. തല്ലുകിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, യജമാനെ, ഞങ്ങൾ പലഹാരക്കടയിൽ പോയത് വാസ്തവമാണ്. അയാൾ ഞങ്ങൾക്ക് മതിയാവോളം പലഹാരം തന്നു. ഇത്രയും രുചിയുള്ള പലഹാരം മറ്റൊരിടത്തു നിന്നും ഞാൻ തിന്നിട്ടില്ല. ഇത് കേട്ട് ഷംസുദ്ദീൻ പൊട്ടിച്ചിരിച്ചു. പക്ഷേ മുത്തശ്ശിക്ക് ദേഷ്യമാണ് വന്നത്. പാചകകലയിലുള്ള തൻ്റെ വൈദഗ്ധ്യം ചോദ്യം ചെയ്തത് അവർക്ക് രസിച്ചില്ല. കള്ളൻ, നിനക്ക് പലഹാരത്തിൻ്റെ രുചിയെപ്പറ്റി എന്തറിയാം? നീ പീടികയിൽ ചെന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടുവാ, ഞങ്ങൾ രുചിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. 1/2 ദിനാറിൻ്റെ നാണയവും ചീനപ്പിഞ്ഞാണവുമായി സയ്യിദ് കടയിലേക്ക് പാഞ്ഞു. പിടിയക്കാരാ, 1/2 ദിനാറിന് നിങ്ങളുടെ പലഹാരം തരൂ. മാതളസത്ത് ചേർത്തത്. എൻ്റെ വീട്ടിൽ ചിലർക്ക് അതിൻ്റെ രുചിയെപ്പറ്റി തർക്കമുണ്ട്. അതുകൊണ്ട് എല്ലാം കണക്കിന് ചേർത്ത് തരണേ, ഇല്ലെങ്കിൽ അവരെൻ്റെ പുറത്തെ തൊലി പൊളിക്കും. ഹസൻ ചിരിച്ചു. പേടിക്കണ്ട, ഈ ലോകത്ത് എനിക്കും അന്യനാട്ടിലുള്ള എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഈ പലഹാരമുണ്ടാക്കാൻ അറിയാവൂ. ഹസൻ പാത്രം നിറയെ പലഹാരം പകർന്ന് മുകളിൽ കസ്തൂരിയും പനിനീരും തളിച്ച് നീഗ്രോയുടെ കയ്യിൽ കൊടുത്തു. അവൻ ഉടനെ അത് കൂടാരത്തിൽ കൊണ്ടുചെന്നു. മുത്തശ്ശി പലഹാരം രുചിച്ചു നോക്കിയതും മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണതും ഒപ്പമായിരുന്നു. കാരണം ആ പലഹാരത്തിന് പിന്നിലെ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കരവിരുത് തിരിച്ചറിയാൻ അമ്മയ്ക്കു കഴിഞ്ഞു. ഷംസുദ്ദീൻ അവരുടെ മുഖത്ത് പനിനീർ തെളിച്ചപ്പോൾ അവർ ബോധമുണർന്ന് സാധാരണ നിലയിലായി. അവർ പറഞ്ഞു, എൻ്റെ മകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പലഹാരം തയ്യാറാക്കിയത് അവനല്ലാതെ മറ്റാരുമല്ല. ഈ പാചകക്കാരൻ എൻ്റെ മകൻ ബദ്രുദ്ദീൻ ഹസൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിലൊരു തെറ്റും വരാൻ കഴിയില്ല. കാരണം എനിക്കും അവനും മാത്രമേ ഇപ്രകാരം അത് തയ്യാറാക്കാൻ കഴിയൂ. ഞാനാണ് അതവന് പഠിപ്പിച്ചത്. ഷംസുദ്ദീൻ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ മതിമറന്ന് ആഹ്ലാദിച്ചു. ഒടുവിൽ അള്ളാഹു കനിഞ്ഞു. സർവശക്തനായ അള്ളാഹയുടെ കൃപ കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാൻ പോകുന്നത്.
പിന്നെ ഷംസുദ്ദീൻ ഭൃത്യന്മാരെ അടുത്തു വിളിച്ച് ആജ്ഞാപിച്ചു, നിങ്ങളിൽ കുറച്ചുപേർ കമ്പോളത്തിലുള്ള ഹസ്സൻ എന്നയാളുടെ പലഹാരക്കടയിൽ പോയി അയാളെ പിടിച്ചുകെട്ടി കൊണ്ടുവരണം. ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല. കട ഇടിച്ചു നിരത്തിക്കളയണം. ഷംസുദ്ദീൻ കുതിരപ്പുറത്ത് കയറി ദമാസ്കസിലെ ഗവർണറെ സമീപിച്ച് ഈജിപ്തിലെ സുൽത്താന്റെ കത്തുകൊടുത്തു. സഹായം അഭ്യർത്ഥിച്ചു. കമ്പോളത്തിലെ ഒരു കടയുടമസ്ഥനെ തടവിലാക്കുന്ന കാര്യമാണെന്ന് കേട്ടപ്പോൾ ഗവർണർ പറഞ്ഞു, അതേയുള്ളോ, എന്തു സഹായം വേണമെങ്കിലും തരാമല്ലോ. കുറെ ഭടന്മാരെ ഉടനെ ഹസ്സന്റെ കടയിലേക്ക് അയക്കുകയും ചെയ്തു. കൂന്താലിയും കോടാലിയും മറ്റുമായി ഒരു പറ്റം മുട്ടാളന്മാർ തന്റെ പീടിക തല്ലിത്തകർക്കുകയും പലഹാരങ്ങൾ നിരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തപ്പോൾ ഹസ്സൻ അമ്പരന്നു. ചെറുത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല. അയാളെ അവർ പിടിച്ചുകെട്ടി ഷംസുദ്ദീന്റെ കൂടാരത്തിൽ കൊണ്ടുപോയി. പ്രഭോ, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? ഹസ്സൻ ഷംസുദ്ദീനോട് ചോദിച്ചു. താനാണോ മാതൃസത്ത് കൊണ്ടുള്ള പലഹാരമുണ്ടാക്കിയത്? അതെ, പക്ഷേ അത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണോ? വധശിക്ഷയല്ല, അതിലും കടുത്ത ശിക്ഷ തന്നെ കിട്ടും, മന്ത്രി ഭീഷണിപ്പെടുത്തി. കെയ്റോയിലെത്തുന്നതുവരെ തങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തരുതെന്ന് ഷംസുദ്ദീൻ സംഘത്തിലുള്ള എല്ലാവരോടും പറഞ്ഞിരുന്നു. മരം കൊണ്ടുള്ള ഒരു വലിയ പെട്ടിയിൽ ഹസ്സനെ അടച്ചിട്ട് പെട്ടി ഒട്ടകപ്പുറത്ത് കയറ്റി സംഘം കെയ്റോയിലേക്ക് യാത്രയായി. ഇടയ്ക്ക് ആഹാരം കഴിക്കുന്നതിന് മാത്രമേ ഹസ്സനെ പെട്ടിയിൽ നിന്ന് പുറത്തിറക്കിയിരുന്നുള്ളൂ. അപ്പോഴെല്ലാം ഷംസുദ്ദീൻ അയാളോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, താനാണോ മാതളസത്തു ചേർത്ത പലഹാരമുണ്ടാക്കിയത്? കുറേ ദിവസം യാത്ര ചെയ്ത് അവർ കെയ്റോയിലെത്തി. വീട്ടിൽ ചെന്നപ്പോൾ ഷംസുദ്ദീൻ മകളോട് പറഞ്ഞു, വിവാഹനാളിൽ നിന്റെ മുറി ഏതുവിധം ഒരുക്കിയിരുന്നോ അതുപോലെ ഇന്നും ഒരുക്കി വെക്കണം, ഒന്നും വിട്ടുപോകരുത്. വേലക്കാർ എഴുന്നേറ്റ് മെഴുകുതിരികൾ കത്തിച്ചു. ഷംസുദ്ദീൻ ആ മണിയറയുടെ പ്ലാൻ പുറത്തെടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരോട് നിർദ്ദേശിച്ചു. ആ മണിയറ അതേപോലെ അവർ ഒരുക്കിയെടുത്തു. ആര് കണ്ടാലും അത് അന്നത്തെ മണിയറ തന്നെയാണെന്നേ പറയൂ. പിന്നെ ഹസ്സന്റെ തലപ്പാവ് അയാൾ അന്ന് വെച്ചതുപോലെ വെക്കാൻ ഉത്തരവ് നൽകി. അതേ രീതിയിൽ അയാളുടെ കാലുറകളും 1000 ദിനാർ അടങ്ങിയ പണസഞ്ചിയും മെത്തയ്ക്കടിയിൽ വെക്കാനും ആജ്ഞാപിച്ചു. മകളോട് ആദ്യ രാത്രിയിലേതുപോലെ നേരിയ വസ്ത്രം ധരിച്ച് മണിയറ മെത്തയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. നിന്റെ പിതൃസഹോദരപുത്രൻ നിന്റെ അടുത്തെത്തുമ്പോൾ അവനോട് പറയുക, നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് സമയം എത്രയായി, എന്താ നല്ല സുഖമില്ലേ? പിന്നെ കൂടെ കിടത്തി നേരം വെളുക്കുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഉറങ്ങിക്കിടന്ന ഹസ്സനെ ഭൃത്യന്മാർ മന്ത്രിപുത്രിയുടെ മുറിയിൽ കൊണ്ടുകിടത്തി. ഉറക്കമുണർന്നപ്പോൾ താൻ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മെല്ലെ പരിസരബോധമുണ്ടായി. നവവധുവിനെ വശത്താക്കിയ രംഗം ഓർമ്മ വന്നു. ഇതൊരു സ്വപ്നമാണോ എന്നയാൾ സംശയിച്ചു. അങ്ങെന്താണ് മിഴിച്ചു നോക്കുന്നത്? ടോയ്ലറ്റിൽ പോയിട്ട് കുറേ നേരമായല്ലോ എന്ന ശബ്ദം കേട്ടപ്പോഴാണ് പട്ടുമെത്തയിൽ സുതാര്യമായ വസ്ത്രങ്ങളണിഞ്ഞ് ഹൂറിയെ കണ്ടത്. എന്തേ വല്ലാത്തൊരു പരിഭ്രമം? അവൾ ചോദിച്ചു. ഇന്നലെ എത്ര തവണയാണ് എന്നെ? അയാൾ നിന്ന് വിയർത്തു. അത് സത്യമാണോ? ഞാൻ ടോയ്ലറ്റിലിരുന്ന് ഉറങ്ങിപ്പോയോ? 10 വർഷം ദമാസ്കസിൽ പലഹാരക്കട നടത്തിയത് ഞാനല്ലേ? ആ കുട്ടി എന്നെ എറിഞ്ഞതിൻ്റെ തഴമ്പാണല്ലോ ഈ നെറ്റിയിൽ. അതല്ല, രതിമൂർച്ചയിൽ നീ പ്രഹരിച്ചതാണോ? അവളുടെ ആശ്ലേഷത്തിലമർന്ന് അയാൾ വീണ്ടും ഗാഠനിദ്രയിൽ ലയിച്ചു. ഉണർന്നപ്പോൾ മന്ത്രി ഷംസുദ്ദീൻ കിടക്കക്കരികിൽ നിന്നിരുന്നു. ഹസ്സൻ ചോദിച്ചു, നിങ്ങളല്ലേ എൻ്റെ പീടിക തല്ലി തകർത്തത്? ഇനിയെല്ലാം തുറന്നു പറയാമെന്ന് മന്ത്രി തീരുമാനിച്ചു. കുഞ്ഞെ, നീ എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ്റെ മകനാണ്. നീ യഥാർത്ഥത്തിൽ ഹസ്സൻ തന്നെയാണോ എന്നറിയാൻ ചില സൂത്രപ്പണികൾ ഞാൻ ഒപ്പിച്ചു. നിസ്സാരമായൊരു പ്രശ്നത്തിന്മേൽ താൻ നൂറുദ്ദീനോട് പിണങ്ങിയതും നൂറുദ്ദീൻ ബസ്രയിലേക്ക് പോയതും മറ്റുമായ കാര്യങ്ങൾ ഷംസുദ്ദീൻ മരുമകനോട് പറഞ്ഞു. നിന്റെ അമ്മയും മകനും ഇപ്പോഴിവിടെയുണ്ട് എന്ന് പറഞ്ഞ് 2 പേരെയും വിളിച്ചു വരുത്തി. ഹസ്സൻ അജീബിനെ വാരിപ്പുണർന്നു. വളരെ നാളായി പിരിഞ്ഞിരുന്ന മകനെ കണ്ടപ്പോൾ ഹസ്സന്റെ മാതാവ് സന്തോഷാശ്രുക്കൾ തൂകി. എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൃപയാൽ അളവറ്റ സമ്പത്തിൻ്റെ ഉടമകളായി സന്തതികളോടൊത്ത് അവർ ജീവിച്ചു. ബദ്രുദ്ദീൻ ഹസ്സന്റെ പ്രശസ്തി അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു. പല രാജ്യങ്ങളിലേക്കും
അയാളുടെ കീർത്തി വ്യാപിച്ചു. ശാന്തിയും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ജീവിതം അയാൾ പിതൃസഹോദരനോടും സ്വന്തം കുടുംബാംഗങ്ങളോടുമൊപ്പം മരണം വരെ ആസ്വദിച്ചു. ഖലീഫ ഹാറൂൺ അൽ റഷീദ് സ്വന്തം മന്ത്രി ജാഫറിൽ നിന്ന് കഥ നേരിട്ട് കേട്ടപ്പോൾ വിസ്മയത്തോടെ പറഞ്ഞു, ഈ കഥകൾ സുവർണലിപികളിൽ രേഖപ്പെടുത്തേണ്ടവയാണ്. അദ്ദേഹം ഉടനെ മന്ത്രിയുടെ അടിമയെ സ്വതന്ത്രനാക്കി. സ്വന്തം ഭാര്യയെ വധിക്കാനിടയായ യുവാവിന് പ്രതിമാസ വേതനം നൽകി സുഖമായി ജീവിക്കാവുന്ന നിലയിലാക്കി. തൻ്റെ അടിമപ്പെൺകുട്ടികളിൽ ഒരുവളെ ഖലീഫ അവന് വെപ്പാട്ടിയായി സമ്മാനിക്കുകയും ചെയ്തു. ആ യുവാവ് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായി തീർന്നു. പക്ഷേ രാജകുമാരാ, ഈ കഥയാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങ് കരുതരുത്. അങ്ങ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ വിസ്മയകരമായ ഒരു കഥ ഞാൻ പറയാം, ഷഹ്റസാദ് പറഞ്ഞു. പറയൂ, അതെന്തു കഥയാണ്? രാജാവ് ജിജ്ഞാസയോടെ ചോദിച്ചു. അങ്ങനെ ആ 24-ാം രാവിൽ ഷഹ്റസാദ് വീണ്ടും കഥ പറയാൻ തുടങ്ങി.